ലാറ്റിൻ അമേരിക്കയിലൂടെയുള്ള യാത്രയിലാണ്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയെ പറ്റി നമ്മൾ കേൾക്കുന്ന സമയത്ത് ആദ്യം ഓടിയെത്തുന്നത് ഫുട്ബോളാണ്. പിന്നെ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. പിന്നെ അത് ഒരുപക്ഷെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാച്ചു പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ മാച്ചു പിച്ചുവിലോട്ട് വരുന്ന എല്ലാവരും ആദ്യം എത്തുന്ന ഒരു സ്ഥലമാണ് കുസ്കോ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക് സിറ്റി. കുസ്കോ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ സിവിലൈസേഷൻ്റെ, പഴയ ഇൻക അല്ലെങ്കിൽ അതിന് മുൻപേയുള്ള സിവിലൈസേഷൻ്റെയൊക്കെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പ്രവർത്തിച്ചൊരു സ്ഥലമാണ്. പിന്നെ ഒരു 1500കളിലൊക്കെ സ്പെയിൻകാർ വന്നു. സ്പെയിൻകാർ അവരുടെ അധിനിവേശത്തിൻ്റെ ഭാഗമായി ലാറ്റിൻ അമേരിക്കയിൽ വന്നതുകൊണ്ട് അവരുടെ അഡ്മിനിസ്ട്രേഷനെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ കുസ്കോ. അപ്പോൾ നമുക്ക് 400 കൊല്ലം സ്പെയിൻകാർ ഇവിടെ ഭരിച്ചതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ കുറേയധികം യൂറോപ്യൻ സ്റ്റൈലിലുള്ള ചർച്ചുകളും കൺസ്ട്രക്ഷൻസും പിന്നെ ഭാഷ. ഇവിടുത്തെ പെറുവിലെ ജനങ്ങൾ ഒട്ടുമിക്കവരും സംസാരിക്കുന്നത് സ്പാനിഷാണ്. പക്ഷെ അവരുടെയൊക്കെ ഒരു തനതായ സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അവരുടെ നമുക്ക് ഓരോ സ്പേസിലും അത് കാണാൻ കഴിയും. സൗത്ത് അമേരിക്കയിൽ ഒരുപക്ഷെ ബ്രസീൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമായിരിക്കും ഈ കുസ്കോ അല്ലെങ്കിൽ മാച്ചു പിച്ചു എന്ന് പറയുന്ന ഈ ഹിസ്റ്റോറിക് സെൻറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ധാരാളം കണക്ടിവിറ്റി സൗകര്യങ്ങളും അക്കോമഡേഷൻസ് എല്ലാം ഉണ്ട്. ഈ നഗരത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണലായ ലാറ്റിൻ അമേരിക്കൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു മുഖവും, രണ്ടാമത് സ്പാനിഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മുഖവും. അപ്പോൾ ഇതിൻ്റെ സംസ്കാരങ്ങൾ രണ്ടും കൂടി സംയോജിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇവർ സിറ്റി സെൻറ്റർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ കുസ്കോയ്ക്ക് അടുത്ത് തന്നെ ഉള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത് സാക്സേ വാമൻ എന്ന് പറഞ്ഞൊരു ഫോർട്ടാണ്. ഇത് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണലായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫോർട്ടല്ല. ഇതൊരു ഹിസ്റ്റോറിക് പ്ലേസ് ആയിട്ടാണ് അവർ കരുതുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻക സിവിലൈസേഷൻ്റെ ഭാഗമായി അവർ ഡെവലപ്പ് ചെയ്തെടുത്ത സ്റ്റോൺ വർക്കുകളാണ്. അപ്പോൾ സ്റ്റോൺസ് ഉപയോഗിച്ച് എങ്ങനെ സിമെൻറ്റും വേറെ മെത്തേഡുകളൊന്നും ഉപയോഗിക്കാതെ കൺസ്ട്രക്ഷൻസ് ചെയ്യാമെന്നാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ മാച്ചു പിച്ചിലോട്ടോ അല്ലെങ്കിൽ സേക്രഡ് വാലിയിലോട്ടൊക്കെ പോകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇങ്ങനെയുള്ള സ്റ്റോണുകൾ അറേഞ്ച് ചെയ്ത് ഒരു ലോക്കിംഗ് മെക്കാനിസം ഉപയോഗിച്ച് സ്റ്റോണുകൾ അറേഞ്ച് ചെയ്ത ശേഷം അവരുടെ ഫാമിംഗ് ടെറസുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് അവരുടെ ഒരു മെത്തേഡ്. നമ്മളെ ആകർഷിച്ചൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ വൈറ്റ് ജീസസ് ആണ്. ഈ വൈറ്റ് ജീസസ് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴെ ഉള്ള സിറ്റീനെ നോക്കി അഭിവാദ്യം ചെയ്യുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങ് താഴെ സിറ്റി സെൻറ്ററിൽ നിൽക്കുന്ന തുപ്പാക്ക അമറു രാജാവിൻ്റെ പ്രതിമയും കൂടിച്ചേരുമ്പോൾ 2 സംസ്കാരങ്ങളുടെ ഒരു സങ്കലനം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും അവിടെ. ഇവിടെ കുസ്കോയിൽ വരുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻക മ്യൂസിയമാണ്. മ്യൂസിയം കുറേയധികം ആർട്ടിഫാക്റ്റുകൾ വിദേശീയർ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിരുന്നു. പക്ഷേ പെറു ഗവൺമെൻറ്റും മറ്റു രാജ്യങ്ങളുമായുള്ള ലീഗൽ ഫൈറ്റുകൾക്ക് ശേഷം കുറേയധികം അവശിഷ്ടങ്ങൾ, പഴയ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇവരുടെ ഒരു നല്ല ചരിത്രത്തിൽ നല്ലൊരു ഭാഗം
വിദേശീയരെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അത് സ്പെയിനിലും അമേരിക്കയിലും ബ്രിട്ടീഷ് മ്യൂസിയത്തിലൊക്കെ ഇരിക്കുന്നതെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. പണ്ട് കാലത്തെ സിവിലൈസേഷൻ്റെ ഭാഗമായി അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങളും അതുപോലെ അവരുടെ എവല്യൂഷൻ സംഭവിച്ചിരിക്കുന്നതിൻ്റെ രേഖകളായിട്ടുള്ള തലയോട്ടികളുടെ വികാസം ഇതൊക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. പണ്ട് ഈ മമ്മിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഇല്ലസ്ട്രേഷൻസൊക്കെ ഇവിടെ ഇൻകാ മ്യൂസിയത്തിൽ അവൈലബിൾ ആണ്. നമ്മൾ പെറുവിലെ അല്ലെങ്കിൽ കുസ്കോയിലെ ഏറ്റവും കൗതുകകരമായൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ജീവികളാണ്. ഇവർ നമ്മൾ പല മൂവീസിലും അതുപോലെ ഷോർട്ട് ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ പേര് ലാമ അല്ലെങ്കിൽ അൽപാക്കോസ് എന്നാണ്. ജനറലി ഇവർ അൽപാക്കോസ് എന്ന് വിളിക്കും. നമ്മൾ ഒട്ടകത്തിൻ്റെ ഒരു ചെറിയ രൂപം ഇങ്ങനൊരു ജീവിനെ നമ്മൾ ഏഷ്യയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ വേറെ ആഫ്രിക്കയോ പോലുള്ള ഡൈവേഴ്സിഫൈഡ് ആയ സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഇത് രണ്ട് തരമുണ്ട്. ഒന്നിനെ അൽപാക്കോ എന്ന് വിളിക്കും, ചെറിയ ജീവിനെ അൽപാക്കോ എന്ന് വിളിക്കും, വലുതിനെ ലാമ എന്ന് വിളിക്കും. ബേസിക്കലി ഇവർ രണ്ടുപേരും നമ്മുടെ ഒട്ടകത്തിൻ്റെ ആൻസിസ്റ്റേഴ്സ് നിന്ന് ഉണ്ടായതാണ്. ഒട്ടകം അമേരിക്കയിലെ എവിടെയോ ഒട്ടകത്തിൻ്റെ ആദിമ രൂപം, ക്യാമലിൻ്റെ ആദിമ രൂപം അമേരിക്കയിൽ എവിടെയോ ഒറിജിൻ ചെയ്തിട്ട് അത് യൂറോപ്പ് വഴി ഏഷ്യയിലെത്തി ഒട്ടകമായി പരിണമിച്ചു എന്നും താഴേക്ക് വന്ന് ലാറ്റിൻ അമേരിക്കയിലെത്തിയിട്ട് ഇത് ഈ ലാമകളോ അല്ലെങ്കിൽ അൽപാക്കോസോ ആയി മാറി എന്നാണ് പറയുന്നത്. എന്തുതന്നെയാലും ഇവരുടെ പെറുവിയൻ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ അൽപാക്കോസ്. നമ്മൾ കഴുത അല്ലെങ്കിൽ കുതിരകളുടെ എല്ലാ ഉപയോഗവും ഇവർ അൽപാക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത്. വൂള്, ഇവർ ഫ്ലീസ് ധാരാളം കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. പിന്നെ അതുപോലെ മീറ്റും, അൽപാക്ക മീറ്റ് എന്ന് പറയുന്ന അവിടെ ബീഫ് പോലെ തന്നെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു മീറ്റാണ് ഈ അൽപാക്ക മീറ്റ് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ഇവർ ധാരാളം ഇതിനു വേണ്ടി വെയിറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടി ഇവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ലാമകളെയാണ് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ വേണ്ടി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവരുടെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് പെറു ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ്. മലകളും താഴ്വാരങ്ങളും കൂടിക്കലർന്ന ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ ധാരാളം സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇവരുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്.